ഒന്ന് കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10 മുതൽ 17 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. पहला कुरिन्थियों 3रा अध्याय 10 से लेकर 18 तक. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തനും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. आइए हम प्रार्थना करें. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, हे स्वर्गीय पिता, हमारे भले पिता, ഞങ്ങൾക്ക് നൽകിയ വിശേഷ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. इस विशेष अवसर के लिए हम आपका धन्यवाद करते हैं. ഞങ്ങളുടെ ജീവിതത്തെ തൊടുന്ന അനുഗ്രഹീതമായ സാക്ഷ്യത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. इस हृदय स्पर्शी अनुभव के लिए, गवाही के लिए आपका धन्यवाद. ഞങ്ങൾക്ക് മനസ്സിലാകാത്ത വഴികളിലൂടെ നീ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു. प्रभु, हम समझ नहीं पाते कैसे कैसे आप बुला करके अलग करते हैं. നിന്റെ ദാസനെ അതിശക്തമായി അവിടുത്തെ നാമമഹത്വത്തിനായി ഉപയോഗിച്ചു. प्रभु जी, अपने आप ने अपने नाम की महिमा के लिए अपने दास का उपयोग किया. ഞങ്ങൾ അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. उसके लिए आपका धन्यवाद करते हैं. വായിച്ചു കേട്ട തിരുവചനത്തിലൂടെ അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ. जो वचन हमने पढ़ा है, तू हमसे बोल और बातचीत कर. ബലഹീനായ അടിയനെ ശക്തീകരിക്കണമേ. मैं कमजोर हूँ, तुझे शक्ति प्रदान कर. ശക്തിയോടെ അവിടുന്ന് ഉപയോഗിക്കണമേ. बड़े सामर्थ्य के साथ उपयोग कर. ഇന്ന് അവിടുത്തെ നാമം മഹത്വം എടുക്കണമേ. आपके नाम की महिमा होने पाए. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ यीशु के नाम से मांगते हैं. ആമേൻ. आमीन. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ മനോഹരമായിരിക്കുന്ന ഒരു ലേഖനമാണ് 1 കൊരിന്ത്യ ലേഖനം. पहला कुरिन्थियों पौलुस ने बड़े ही खूबसूरत तरीके से इसको लिखा है. നാം വളരെ പരിചയമുള്ളതായിരിക്കുന്ന ഒരു വേദഭാഗത്ത് നിന്നാണ് വായിച്ചു കേട്ടത്. हमने बड़े चित परिचित एक भाग से एक विषय इसको पढ़ा है. ഈ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ 3 സാദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. 3 प्रकार के तुलनात्मक बातों को पौलुस ने यहाँ किया है. ഒന്നാമത്തെ സാദൃശ്യം മെറ്റഫറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 1 മുതൽ 3 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിലാണ്. एक पहला 1 से लेकर 3 तक हम उसको पढ़ सकते हैं. അവിടെ ശിശുക്കളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. वहां पर बच्चों के विषय में लिखा है. പൗലോസ് പറയുകയാണ്, നിങ്ങളോട് ആത്മികന്മാരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. तुमसे आत्मिक लोगों के समान नहीं, सांसारिक लोगों के दूध पीने वाले बच्चों के समान मैं बात कर सकता हूं. അതാണ് ഒന്നാമത്തെ സാദൃശ്യം. पहला दृष्टांत वो था. എന്നാൽ രണ്ടാമത് മറ്റൊരു സാദൃശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. एक और तुलना उसने की है. 6 മുതൽ 9 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. 6 से लेकर 9वें वचन तक. അവിടെ ഒരു കൃഷിയുടെ സാദൃശ്യം ഉപയോഗിച്ചുകൊണ്ടാണ് പൗലോസ് സംസാരിക്കുന്നത്. वहां खेत के साथ में उसकी तुलना की गई है. 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി. और 9वीं आयत में पढ़ते हैं, तुम परमेश्वर की खेत हो. ആ കൃഷിയോടുള്ള ബന്ധത്തിലാണ് പൗലോസ് സംസാരിക്കുന്നത്. वहां कृषि के या खेत के संबंध में पौलुस ने कहा है. 8-ാമത്തെ വാക്യത്തിൽ നടുന്നവനും നനയ്ക്കുന്നവനെ കുറിച്ചും പറയുന്നുണ്ട്. और 8वें आयत में लगाने वाले और सींचने वाले के विषय में भी लिखा है. എന്നാൽ വളരുമാറാക്കുന്ന ഒരു കർത്താവിനെ അവിടെ സൂചിപ്പിക്കുന്നു. लेकिन वहां परमेश्वर जो बढ़ाता है उसके बारे में कहा है. എന്നാൽ 3-ാമത്തെ സാദൃശ്യമാണ് നമ്മൾ വായിച്ച വേദഭാഗത്ത്. तीसरा जो तुलना जो की गई है उसको हम देखने जा रहे हैं. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, നിങ്ങൾ ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. तुम परमेश्वर का भवन हो, ऐसा लिखा है. 16-ഉം 17-ഉം വാക്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചത് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നാണ്. और 16वें 17 आयत में तुम परमेश्वर के मंदिर हो, ऐसा लिखा है. ഈ ദൈവത്തിന്റെ മന്ദിരം എന്നൊരാശയത്തെയാണ് പൗലോസ് ഈ വാക്യങ്ങളിൽ വിശദീകരിക്കുന്നത്. परमेश्वर के उस मंदिर को वो विस्तार रूप से बताना चाहता है. എന്തുകൊണ്ടാണ് ഈ വിഷയത്തെ കുറിച്ച് പൗലോസിന് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്? पौलुस इस विषय को ऐसा क्यों कहना चाहता है? അതിന്റെ കാരണം 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്. उसका 10वें आयत में उसका कारण वो दिखता है, लिखा करता है. ഇങ്ങനെയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, पौलुस यहाँ ऐसा कहता है, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം
ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. परमेश्वर के द्वारा सौंपे गए दायित्व के अनुसार कुशल कारीगर की भांति नींव रखी उसका उस भवन का निर्माण हो रहा है. ഇതിനെക്കുറിച്ച് പറയാൻ പൗലോസിന്റെ ആധികാരികത എന്താണ്? वो क्यों ऐसा अधिकार के साथ कह सकता है? താൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയാണെന്ന് പൗലോസ് പറയുകയാണ്. वो ऐसा क्यों कहता है कि वो एक कुशल कारीगर के निहित काम कर रहा है? ദൈവരാജ്യത്തിന്റെ പണിയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുമ്പോൾ അത് പുസ്തകം വായിച്ചു മനസ്സിലാക്കിയ ഒരറിവല്ല. ये केवल किताबी ज्ञान नहीं है जो पौलुस को मिली है. കർത്താവിന്റെ വേലയിൽ കഴിഞ്ഞ അനേക നാളുകളായി പ്രധാന ശില്പിയായി പണിതെടുക്കുന്ന ഒരു വ്യക്തിയാണ് പൗലോസ്. यहाँ बहुत वर्षों से उसका अनुभव है, एक कुशल कारीगर के समान वो निर्माण कर रहा है. ആ ബോധ്യമാണ് പൗലോസ് ഈ വാക്യങ്ങളിൽ പങ്കുവെക്കുന്നത്. वो ज्ञान उसको था और वो हमें सिखा रहा है. അതുകൊണ്ട് ഇന്നത്തെ ഈ ചിന്തയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന തലക്കെട്ട്, इसलिए मेरा जो विषय है मैं आपके सामने रखना चाहता हूं, എക്സോർട്ടേഷൻസ് ഓഫ് എ വൈസ് ബിൽഡർ. एक कुशल कारीगर का उत्साहपूर्ण वचन, ജ്ഞാനമുള്ള ശില്പിയുടെ പ്രബോധനങ്ങൾ. एक ज्ञानी शिल्पी के कुछ वचन. 3 കാര്യങ്ങളാണ് ഈ വേദഭാഗത്ത് നിന്ന് പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. मैं प्रभु में आश्रित होकर के 3 बातें आपके सामने रखूंगा. 1, पहला, be sure you build on the correct foundation. आप सच्ची और सही नींव पर बनाने वाले बने. 11ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, 11वीं आयत को देखिए, हम यहाँ ऐसा पाते हैं, യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ यीशु मसीह जो नींव है उसके अतिरिक्त മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. अन्य कोई भी नींव डाली नहीं जा सकती. വേറൊരു അടിസ്ഥാനത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. दूसरे नींव के बारे में आप सोचना भी नहीं. ഒരേ ഒരു അടിസ്ഥാനമേ ഉള്ളൂ. केवल एक ही नींव है, യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ यीशु मसीह जो नींव अभी जो डाली गई है, മറ്റൊന്നില്ല. और इसके अतिरिक्त कोई नहीं. കർത്താവിന്റെ വേല ചെയ്യുന്നവരാണ് ഇതിനകത്ത് ഭൂരിഭാഗവും. अधिकांश लोग प्रभु के सेवा में लगे हुए लोग हैं. അടിസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട ആവശ്യം ഇവിടെ ആർക്കുമില്ല. नींव के बारे में मुझे ज्यादा प्रचार करने की भी जरूरत नहीं. എന്നാൽ അടിസ്ഥാനം അത് തന്നെയാണെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. लेकिन हमें ये मालूम होना चाहिए कि यही हमारी नींव है. കെട്ടിടത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിസ്ഥാനമാണ്. एक इमारत के संबंध में, एक भवन के संबंध में सबसे प्रमुख उसकी नींव है. ഞാൻ എറണാകുളത്താണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. मैं इस समय एर्नाकुलम में सेवा करता हूँ. എറണാകുളത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്താൽ ചില കെട്ടിടങ്ങളൊക്കെ പുറകോട്ട് ചാഞ്ഞാണ് ഇരിക്കുന്നത്. वहां मैं यात्रा करते समय मैंने देखा है कुछ जो इमारतें हैं वो झुक चुकी हैं. ഒരു ചാരുകസേര പോലെ. एक ऐसा आरामदेह कुर्सी के समान पीछे हो चुका है. അപ്പോൾ ഒരു കെട്ടിടം ഇങ്ങനെ ചെരിഞ്ഞിരുന്നപ്പോൾ അതിന്റെ ഉടമസ്ഥനോട് പറഞ്ഞു, ഈ കെട്ടിടത്തിന് ഒരു ചെരിവുണ്ട്. एक उसके जो बनाने वाले उसके मालिक से कहा कि आपका इमारत तो झुक रहा है. അദ്ദേഹം കെട്ടിടം പണിയെ കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയെ വിളിച്ചുകൊണ്ട് വന്നു. उन्होंने एक इमारत को बनाने वाले एक व्यक्ति को बुलाकर जांच करवाई. അദ്ദേഹം ഈ കെട്ടിടത്തെ മുഴുവനായിട്ടൊന്ന് പരിശോധിച്ചു. उन्होंने पूरी जांच की अच्छे से. എന്നിട്ട് പറഞ്ഞു, ഈ കെട്ടിടം ചെരിയാനൊരു കാരണമുണ്ട്. ये एक ही कारण है, ये झुकने का एक ही कारण. ഈ 3 നില കെട്ടിടത്തിന്റെ എല്ലാ വാട്ടർ ടാങ്കും ഒരു വശത്തേക്കാണ് ഇരിക്കുന്നത്. इसके ऊपर में जो पानी की टंकी है एक ही तरफ रखी है. इसलिए 4 വാട്ടർ ടാങ്ക് അതിന്റെ മുകളിലുണ്ട്. 4 ഒരു വശത്തായിരിക്കുന്നത്. 4 पानी की टंकियां हैं, वो सब एक ही दिशा में है. ആ ടാങ്ക് എല്ലാം എടുത്ത് ഇപ്പുറത്തേക്ക് വെച്ചാൽ കെട്ടിടം നിവർന്നു കിട്ടും. उन्होंने कहा कि ये चारों टंकियों को दूसरे तरफ रख दो तो ये ठीक हो जाएगा. 4 ടാങ്ക് അഴിച്ച് ഇപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. उन्होंने चारों टंकियों को खोल करके दूसरी तरफ लगा दिया. 6 മാസം കഴിഞ്ഞ് വീണ്ടും പരിശോധിച്ചു. 6 महीने बाद फिर से जांच हुई. 15 സെന്റിമീറ്റർ ചെരിവുണ്ടായിരുന്ന കെട്ടിടം 15 सेंटीमीटर झुका हुआ जो इमारत जो था, 6 മാസം കഴിഞ്ഞപ്പോൾ 21 സെന്റിമീറ്റർ ആയിട്ട് കൂടി. वो 21 सेंटीमीटर में बढ़ गया. ഉടമസ്ഥന് മനസ്സിലായി, അയാൾ നോക്കിയിട്ട് കാര്യമില്ല. अब मालिक समझ गया इनको बुलाने से फायदा नहीं. കുറച്ചുകൂടെ ഈ മേഖലയിൽ പരിജ്ഞാനമുള്ള ഒരു വ്യക്തിയെ വിളിച്ചു. एक और निपुण व्यक्ति को बुला करके दिखाया जाए. അദ്ദേഹം വന്ന് കെട്ടിടമൊക്കെ പരിശോധിച്ചു. उन्होंने भी देखा घर को. അദ്ദേഹം പറഞ്ഞു, ഈ മുകളിലെ ടാങ്കിലല്ല മാറ്റം വരുത്തേണ്ടത്. उन्होंने कहा कि इस टंकी में परिवर्तन करने से कुछ नहीं होगा. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാജയമുണ്ട്. इसकी नींव में गड़बड़ है. 20 അടി അദ്ദേഹം കുഴിച്ചു. उन्होंने 20 फुट खोदा.
20 അടി കുഴിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ അടിയിൽ ഇത് അടിസ്ഥാനം ഇടാൻ പറ്റിയൊരു സ്ഥലമില്ലല്ലോ. इसके नीचे चट्टान है ही नहीं जहां पर इसको खड़ा किया जाए। ഒടുവിൽ അദ്ദേഹം അതിനൊരു കറക്റ്റീവ് മെഷർ എടുത്തു. उसके बाद उन्होंने एक सही सुझाव दिया। ചെരിവ് നിവർത്താൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. उन्होंने कहा कि झुके हुए को आप ठीक नहीं कर सकते, പക്ഷെ ഇനി ചെരിയാതിരിക്കാനുള്ളത് ചെയ്യാം. अब ज्यादा ना झुके उसके लिए हम कुछ कर सकते हैं। അതിന്റെ അകത്ത് അദ്ദേഹത്തിൻ്റെതായ എഞ്ചിനീയറിംഗ് സ്കിൽ ഉപയോഗിച്ച് അദ്ദേഹം അടിസ്ഥാനം ക്രമപ്പെടുത്തി. उन्होंने उसको अपनी इंजीनियरिंग की निपुणता को दिखा करके उसके नींव को सुधारा। ഇന്ന് അനേക ക്രിസ്തീയ കുടുംബങ്ങളിൽ ടാങ്കിലാണ് മെയിൻ്റനൻസ് നടക്കുന്നത്. आज कई मसीही परिवारों में टैंक के ऊपर ही काम हो रहा है। ടാങ്ക് മാറ്റി വെച്ചത് കൊണ്ട് കെട്ടിടത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. टंकी बदलने से इमारत का काम नहीं होगा। വളരെ കളർഫുള്ളായി പെയിന്റ് ചെയ്തത് കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടില്ല. आप उसमें अच्छे खूबसूरत रंग लगा दें, उससे भी कोई अंतर नहीं पड़ेगा। തറയിലിടുന്ന ടൈൽസ് മാറ്റിയാൽ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. आप अपने टाइल्स को ही बदल डालिए, खूबसूरत कर दे, फर्क नहीं पड़ेगा। പരിഹരിക്കപ്പെടേണ്ട മേഖല അടിസ്ഥാനത്തിലാണ്. नींव को बदलना अनिवार्य है। ദൈവസഭ ദൈവം പണിയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു അടിസ്ഥാനത്തിന്മേലാണ്. एक कलीसिया को बनाने का एक ही नींव है। യേശു ക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. यीशु मसीह के अतिरिक्त कोई भी दूसरी नींव नहीं डाल सकता। ഈ അടിസ്ഥാനത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. इसकी विशेषता हम समझ जाएं। ഒരിക്കൽ കർത്താവ് ഒരു ഉപമ പറഞ്ഞു. प्रभु ने एक बार एक दृष्टांत कहा था। 2 പേര് കെട്ടിടം പണിയുകയാണ്. 2 जन मिल करके एक इमारत बना रहे हैं। അവിടെ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലാണ് അത് വിശദീകരിച്ചിരിക്കുന്നത്. मत्ती के 7वें अध्याय के 24 से 27 में 2 बनाने वाले हैं। അവിടെ ഇങ്ങനെയാണ് 24-ാം വാക്യത്തിൽ എഴുതിയത്. 24वें आयत में ऐसा लिखा है, ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും. जो मेरे वचन को सुनकर उसका पालन करता है। അവിടെ 2 വ്യക്തികൾ വീട് പണിയുകയാണ്. यहाँ 2 व्यक्ति घर बना रहे हैं। ഒരുവൻ വീട് പണിതത് മണലിന്മേലാണ്. एक ने तो बालू पर बनाया है, എന്നാൽ രണ്ടാമത്തവൻ പാറമേൽ പണിതു. दूसरे ने चट्टान पर बनाया। അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്, ഈ 2 വീടിന്റെ മേലും കാറ്റടിച്ചു. ऐसा लिखा है, दोनों इमारतों पर आंधी आई നദികൾ പൊങ്ങി, और आंधी आई, बरसात आई വൻമഴ ചൊരിഞ്ഞു. और बरसात गिरी, टकराया। എന്നിട്ട് വ്യത്യാസം എവിടാണെന്ന് അറിയാമോ? और ये बाढ़ से कहाँ अंतर पड़ा? പാറമേൽ പണിതത് നിലനിന്നു. जो चट्टान पर बनाया गया था वो टिक गया। അതിന്റെ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. उसका कारण भी लिखा है, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. वो चट्टान पर बनाया गया था इसलिए टिक गया। എന്നാൽ മണലിന്മേൽ പണിതത് വീണുപോയി. लेकिन जो बालू पर बनाया गया था वो गिर गया। ഈ 2 പണിക്കാരും തമ്മിൽ ചില സാദൃശ്യങ്ങളുണ്ട്. इन दोनों कारीगरों में एक अंतर है। 2 പേരും വചനങ്ങളെ കേട്ടു എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. दोनों में समानता ये है कि दोनों ने वचन को सुना है। വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനും വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനും. वचन सुनकर पालन करने वाला, वचन सुनकर ठुकराने वाला। രണ്ടിന്മേലും അടിച്ചത് ഒരേപോലെയുള്ള കാറ്റാണ്. दोनों के ऊपर एक ही प्रकार का तूफान आएगा। എന്നാൽ വ്യത്യാസം എവിടാണ്? अंतर कहाँ पे था? 2 പേരും തമ്മിലുള്ള വ്യത്യാസം കേട്ട് ചെയ്യുന്നവനും കേട്ട് ചെയ്യാത്തവനും. जो सुनता है और करता है, और जो सुनता है नहीं करता। കേട്ട് ചെയ്തവൻ പാറമേൽ അടിസ്ഥാനമിട്ടു. जिसने पालन किया उसने चट्टान पर घर बनाया। കേട്ട് ചെയ്യാത്തവൻ മണലിന്മേൽ അടിസ്ഥാനമിട്ടു. जो सुन करके पालन नहीं करता वो बालू पर घर बना रहा। നിന്റെ പണിയുടെ ശക്തി എവിടെയാണ്? आपके काम की शक्ति कहाँ है? നിന്റെ പണിയുടെ ശക്തി അടിസ്ഥാനത്തിന്റെ മേലാണ്. आपके काम की दृढ़ता केवल नींव में ही है। ഫൗണ്ടേഷൻ റിവീൽസ് ദ സ്ട്രെങ്ത് ഓഫ് ദ ബിൽഡിംഗ്. आपकी नींव ये दिखा देती है कि आपकी इमारत कितनी दृढ़ है। അടിസ്ഥാനം ശരിയാണെങ്കിൽ ആ കെട്ടിടത്തിന് ശക്തിയുണ്ട്. आपकी नींव मजबूत है तो आपकी इमारत टिकी रहेगी। അടിസ്ഥാനം ശരിയല്ലെങ്കിൽ ആ കെട്ടിടത്തിന് ബലമില്ല. अगर खड़ा रहना है नहीं है तो वो नींव भी कमजोर है। പണിക്കാരെന്ന നിലയിൽ നമ്മുടെ ഫോക്കസ് അവിടെയാ വരേണ്ടത്. एक कारीगर के रूप में हमारा ध्यान वहीं जाना चाहिए। മാത്രമല്ല ഈ അടിസ്ഥാനം ശക്തിയെ മാത്രമല്ല കാണിക്കുന്നത്, അടിസ്ഥാനം ആ കെട്ടിടത്തിന്റെ കാലം ഡ്യൂറബിലിറ്റിയെ സൂചിപ്പിക്കുന്നുണ്ട്. ये नींव जो है केवल उसकी शक्ति को ही प्रकट नहीं करती, कितना टिकेगा ये भी बता सकता है। പൗലോസ് പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്. पौलुस एक आयत ऐसे कहता है, 2 തിമോത്തിയോസ് 2:19. दूसरा तिमोथियस 2:19, എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. परमेश्वर का जो अनंत नींव है वो टिका रहेगा।
ഈ അടിസ്ഥാനത്തിന്റെ അനുസരിച്ചാണ് ഈ കെട്ടിടത്തിന്റെ കാലം തീരുമാനിക്കപ്പെടുന്നത്. ये कितने दिनों तक टिका रहेगा वो भी इसकी नींव पर ही आधारित है. ചില കെട്ടിടങ്ങളൊക്കെ വേഗം തകർന്നു വീഴും, कुछ जो है इमारतें हैं जल्दी गिर जाती हैं, എന്നാൽ ചില കെട്ടിടങ്ങൾ നിലനിൽക്കും. लेकिन कुछ इमारतें हो टिकी रहती हैं. എറണാകുളത്ത് കഴിഞ്ഞ വർഷം ഒരു കെട്ടിടം പൊളിഞ്ഞു വീണു. एर्नाकुलम में पिछले साल एक भवन गिर गया. അതിന്റെ കാരണം അന്വേഷിച്ച് ചെന്നപ്പോൾ മനസ്സിലായി, उसका कारण उन्होंने जांचा तब पता चला മണ്ണിനടിയിലേക്ക് ഒന്നുമില്ല, मट्टी के नीचे कुछ भी नहीं था. മണ്ണിന് മുകളിലാണ് ആ കെട്ടിടമുള്ളൂ. मट्टी के ऊपर उन्होंने यूं ही बना दिया. കെട്ടിടത്തിന്റെ അടിസ്ഥാനമാണ് അതിന്റെ കാലപ്പഴക്കത്തെ തീരുമാനിക്കുന്നത്. जो नींव है वो ये दर्शा सकती कि कितने दिनों तक टिका रहेगा. എന്നാൽ ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് പറയാം. उसके साथ एक और मैं कहना चाहता हूं, ഫൗണ്ടേഷൻ റിവീൽസ് ദ ഗ്ലോറി ഓഫ് ദ ബിൽഡിംഗ്. उस इमारत की खूबसूरती को भी यही नींव दर्शाती है. എസ്രായുടെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. इज़रा की किताब में हमने ये पढ़ा है. 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. 3:12 में आप पढ़ सकते हैं. അവിടെ രണ്ടാമത് ദൈവാലയം പണിയപ്പെടുകയാണ്. दोबारा उसको बनाया गया है. ശലോമോൻ പണിതായിരിക്കുന്ന ആലയം പൊളിച്ചു കളഞ്ഞു. जो सुलेमान ने बनाया था वो तो गिर गया. കാലങ്ങൾക്ക് ശേഷം വീണ്ടും ആലയം പണിയുകയാണ്. वर्षों बाद उसको फिर से बनाया जा रहा है. അവിടെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. उसकी 12वीं आयत में ऐसा लिखा है, എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും या पुरोहित और लेवी मिल करके പിതൃഭവന തലവന്മാരിലും और उनके जो प्राचीन थे पितृ भवन में वो भी मिल करके മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികരായ അനേകർ उनको जो पुराने समय के लोगों ने जो पुरानी इमारत को जिन्होंने देखा था ഈ ആലയത്തിന്റെ അടിസ്ഥാനമിട്ട് കണ്ടപ്പോൾ ഉറക്ക കരഞ്ഞുപോയി. और इस नए इमारत की नींव को देख करके वो रोने लगे. മറ്റു പലരും സന്തോഷത്തോടെ ഉച്ചത്തിലാർത്തു. कुछ लोगों ने आनंद के साथ उल्लास मनाया. എന്താണ് കുറെ പേര് കരയാൻ കാരണം? कुछ लोगों के रोने का कारण क्या था? കാരണം അവർ പഴയ കെട്ടിടം കണ്ടിട്ടുണ്ട്, उन्होंने पुरानी इमारत को देखा है, പഴയ ആലയം അവർ കണ്ടിട്ടുണ്ട്. पुराने देवालय को देखा है. ഇപ്പോഴിട്ട് അടിസ്ഥാനം കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. आज के जो नींव को देखकर एक बात तो वो समझ गए, തങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ മഹത്വമുള്ള ആലയത്തെ അവർ ഓർക്കുകയാണ്. अब वो पुराने उस देवालय की खूबसूरती को याद कर रहे हैं. അടിസ്ഥാനം കണ്ടാൽ അറിയാം ഇത് എന്തുമാത്രം മഹത്വകരമായി इन തീരുമെന്നുള്ളത്. नींव को देख करके उस इमारत के वैभव को आप बता सकते हैं. പുതിയ ആലയം പഴയ അത്ര മഹത്വമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. और ये नए इमारत की नींव को देख करके इसके वैभव उतना तो नहीं होगा. നാം പണിയുമ്പോൾ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയണം. जब हम नींव डालते हैं मसीह यीशु के पर ना डालें, നോട്ട് ഓൺ ട്രഡീഷൻസ്, किसी परंपरा पर नहीं, നോട്ട് ഓൺ മോറൽ വാല്യൂസ്, किसी नैतिकता पर नहीं, നോട്ട് ഓൺ ലീഡർഷിപ്പ്, न केवल किसी अगुवे पर, നോട്ട് ഓൺ മണി, कि धन पर नहीं, നോട്ട് ഓൺ ഇൻഫ്ലുവൻസ്, न किसी प्रभाव पर, നോട്ട് ഓൺ റിലേഷൻഷിപ്പ്, किसी संबंध पर भी नहीं, ബട്ട് ഓൺ ക്രൈസ്റ്റ്. मसीह, केवल मसीह पर. നമ്മുടെ അനേകരുടെ പണിയിൽ സംഭവിക്കുന്ന പരാജയം എവിടെയാണ്? हमारी कई परेशानियां यहीं पर आ जाती हैं. പാരമ്പര്യം മോശമാണെന്നല്ല, हमारी परंपराएं बेकार हैं ये नहीं कह रहे, പക്ഷേ ദൈവസഭയുടെ പണിക്ക് ആവശ്യമായിരിക്കുന്ന അടിസ്ഥാനം ട്രഡീഷൻ അല്ല, हमारे कलीसिया को बनाने के लिए परंपराओं की आवश्यकता नहीं, ധാർമ്മിക മൂല്യങ്ങളല്ല, नैतिक मूल्यों की बात नहीं, വ്യക്തിപ്രഭാവങ്ങളല്ല, किसी व्यक्ति की खूबसूरती नहीं, പണത്തിന്റെ സ്വാധീനമല്ല, आपके धन का बढ़ाव നമ്മുടെ नहीं, ബന്ധങ്ങൾ പോലുമല്ല, हमारे संबंधों में भी नहीं. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേൽ, मसीह के ऊपर हम बांधने ക്രിസ്തു वाले എന്ന അടിസ്ഥാനത്തിന്റെ മേൽ हैं. मसीह के ऊपर नींव डालें. ദൈവം തന്റെ സഭയെ പണിയുകയാണ്. मसीह अपने परमेश्वर कलीसिया को निर्माण करता है. നമുക്കെല്ലാം നന്നായിട്ട് അറിയാവുന്ന ഒരു വാക്യമാണ്. हम सब एक आयत बहुत अच्छे से जानते हैं. മത്തായി 16-ാമത്തെ അധ്യായം मत्ती रचित सुसमाचार उसका 16वां अध्याय 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ उसके 15 से 18 तक जब हम ये पढ़ते हैं, യേശു കർത്താവിന്റെ അടുക്കൽ പത്രോസ് തന്റെ വിശ്വാസത്തെ ഏറ്റുപറയുകയാണ്. शिमोन पतरस मसीह के पास आकर के अपने विश्वास को कह रहा है. 18-ാമത്തെ വാക്യത്തിൽ 18वें आयत में യേശു പത്രോസിനോട് പറയുന്ന മറുപടി ഇപ്രകാരമാണ്: यीशु ने पतरस से ऐसा उत्तर दिया, നീ പത്രോസ് ആകുന്നു, तू पतरस है ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, और इस चट्टान पर मैं अपनी कलीसिया बनाऊंगा, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. और मृत्यु की शक्ति उस पर कभी विजय नहीं होगी. ദൈവസഭയുടെ പണിയുടെ അടിസ്ഥാനത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. कलीसिया की नींव के बारे में प्रभु ने कहा है.
എന്താണ് ഇവിടെ പറയുന്ന അടിസ്ഥാനം? यहां पर कहा जाने वाला नींव क्या है? 3 വ്യാഖ്യാനങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. मैंने 3 बातें इसके अलग अलग विद्वानों की सुनी है. ചിലര് പറയുന്നു പത്രോസ് ആണ് അടിസ്ഥാനമെന്ന്. कई लोग ये कहते हैं कि पतरस है इसकी नींव. പക്ഷെ ദൈവവചനത്തിൽ അതിനൊരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആശയം നമുക്ക് കാണാൻ കഴിയുന്നില്ല. वचन में से उसके संबंध में हम ज्यादा बातें नहीं देख सकते. എന്നാൽ രണ്ടാമത് ഈ വേദഭാഗത്തെ വ്യാഖ്യാനിച്ച ചിലർ പറയുന്നത് പത്രോസിന്റെ ഏറ്റുപറച്ചിലിന്മേലാണ് പണിയപ്പെട്ടതെന്നാണ്. और कई लोग ये भी कहते हैं पतरस के कहने के कारण ऐसा किया गया. പത്രോസിന്റെ ഏറ്റുപറച്ചിൽ എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതു എന്നാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. दूसरे लोग ऐसा कहते हैं कि पतरस की गवाही के ऊपर ये चट्टान डाल दी गई. എന്നാൽ എനിക്ക് എടുക്കാൻ താല്പര്യമുള്ള ഒരു വ്യാഖ്യാനം പത്രോസ് ഇതിനെ കുറിച്ച് പറയുന്ന ഒരു വ്യാഖ്യാനമാണ്. लेकिन पतरस ने इसके विषय में क्या कहा है मैं उसको दिखाना चाहता हूं. കാരണം പത്രോസ് ആണല്ലോ ഇത് നേരിട്ട് കേട്ടത്. क्योंकि पतरस ने ही सीधे सुना था. പത്രോസ് തന്റെ ലേഖനത്തിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചത്. पतरस ने अपने लेख में ऐसा कहा है. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. पहला पत्रोस दूसरा अध्याय उसका 6वां. ഞാൻ ശ്രേഷ്ഠവും മാന്യമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. क्योंकि धर्मशास्त्र का लेख है मैं सियोन में चुनी हुई मूल्यवान आधारशिला पर स्थापित करता हूं. 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. 7वें आयत में ऐसा लिखा है, जिस पत्थर को भवन के निर्माताओं ने बेकार समझा वही केंद्र शिला बन गया. ആ സ്ഥലത്തുള്ള പത്രോസ് പറയുകയാണ് യേശുക്രിസ്തു എന്ന അടിസ്ഥാനമാണ് ആവശ്യമായിരിക്കുന്നത്. पतरस ने इसका मतलब यही कहा कि यीशु ही हमारी नींव है. പത്രോസ് അത് പറഞ്ഞതോടെ എന്റെ ചിന്ത മറ്റു വ്യാഖ്യാനങ്ങളെല്ലാം മാറി നിൽക്കും. और इसलिए दूसरे जो भी उसके जो व्याख्याएं हैं मैं उससे अलग रह जाता हूं. ജ്ഞാനമുള്ള ഒരു ശില്പിയായി പത്രോസ് പറയുന്നു യേശുക്രിസ്തു എന്ന അടിസ്ഥാനം. कुशल कारीगर के रूप में वो कहता है यीशु ही नींव है. Be sure you build on the correct foundation. आप सही नींव पर अपनी इमारत बनाने वाले बने. രണ്ടാമത് दूसरा പൗലോസിന് പറയുവാനുള്ള പ്രബോധനം, दूसरा पौलुस ये कहता है, be careful what you are building with. अब सावधानी के साथ देखें आप क्या बना रहे हैं. നിങ്ങൾ എന്തുപയോഗിച്ചുകൊണ്ടാണ് പണിയാൻ പോകുന്നത്? तुम क्या उसके लिए क्या भौतिक चीजें इस्तेमाल कर रहे हो. അവിടെ പണിക്ക് ഉപയോഗിക്കുന്ന ചില വസ്തുക്കളെ കുറിച്ച് 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. पहला कुरिन्थियों 3:12 में देखिए कुछ वस्तुओं के नाम लिखे हैं. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. यदि कोई उस नींव पर स्वर्ण, चांदी और बहुमूल्य पत्थर से अथवा लकड़ी और घास फूस से निर्माण करेगा तो उसका यह कार्य प्रकट हो जाएगा. 6 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 6 बातें वहां पर आप देख सकते हैं. ഈ 6 കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക ക്രമമുണ്ട്. इस 6 बातों का एक सूची, एक क्रम है. നമ്മൾ പറയുമല്ലോ ആരോഹണ ക്രമവും അവരോഹണ ക്രമവും. हम जानते हैं कि ऊपर उठता हुआ या नीचे घटता हुआ क्रम. എന്താണ് അതിന്റെ ക്രമം? उसका क्रम क्या है? ഡിക്രീസിംഗ് ഓർഡർ ഓഫ് വാല്യൂ. और जो नीचे गिरता हुआ उसका मूल्य. അതിന്റെ മൂല്യം എന്ന് പറഞ്ഞാൽ അവരോഹണ ക്രമത്തിലാണ് എഴുതിയിരിക്കുന്നത്. इसका मतलब यह है कि वो नीचे की ओर उसका मूल्य लिखा गया. ഏറ്റവും മൂല്യമുള്ള പൊന്ന്, അത് കഴിഞ്ഞ് വെള്ളി, അത് കഴിഞ്ഞ് വിലയേറിയ കല്ല്, അത് കഴിഞ്ഞ് മരം, അത് കഴിഞ്ഞ് പുല്ല്, അത് കഴിഞ്ഞ് വൈക്കോൽ. और ऐसा लिखा है कि सबसे बहुमूल्य सोना, उसके बाद चांदी, उसके बाद बहुमूल्य पत्थर, लकड़ी या घास फूस. എന്നാൽ ഇതിനൊരു തിരിച്ചൊരു ക്രമമുണ്ട്. उसका एक उल्टा क्रम भी है. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഫ്ലെയിമബിലിറ്റി. और मतलब ये है कि उल्टा देखिए कितनी जल्दी ये ज्वलनशील हो सकता है. ഈ ലിസ്റ്റിന്റെ അവസാനത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് തീ പിടിക്കുന്ന സാധനങ്ങളാണ്. अंतिम में जो लिखा गया वो जल्दी से आग पकड़ने वाला. അതിന്റെ അർത്ഥം ഇതാണ്, उसका मतलब भी यही है. വില കുറഞ്ഞതുകൊണ്ട് പണിതാൽ പെട്ടെന്ന് തീ പിടിക്കും. जल्द अगर कमजोर है तो अगर कम मूल्य का है जल्दी आग पकड़ लेगा. വിലയേറിയത് കൊണ്ട് പണിതാൽ നിലനിൽക്കും. अगर बहुमूल्य वस्तु से बनाए तो टिका रहेगा. If you build with cheap, it will not last. अगर सस्ता इस्तेमाल करें तो नहीं टिकेगा. ദൈവസഭയുടെ പണിക്ക് വേണ്ടി വിലയേറിയത് കൊണ്ട് പണിയണം. इसलिए परमेश्वर की कलीसिया को बहुमूल्य वस्तुओं से बनाएं. എന്താണ് ഏറ്റവും വിലയേറിയത്? सबसे बहुमूल्य क्या है? നമ്മുടെയൊക്കെ മനസ്സിൽ
ഈ പറഞ്ഞ ലിസ്റ്റ് പോലെ പല ലിസ്റ്റും ഉണ്ടാകും. हमारे मन के अंदर इस प्रकार की सूचियां कई हो सकती हैं, എന്നാൽ പൗലോസ് അപ്പോസ്തലന്റെ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. लेकिन पौलुस की एक बात को मैं आपके सामने लाना चाहता हूं. 2 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം 15-ാമത്തെ വാക്യം. दूसरा कुरिन्थियों 12वां अध्याय उसका 15वां वाक्य. 2 കൊരിന്ത്യർ 12:15. दूसरा कुरिन्थियों 12 का 15. ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും मैं तुम्हारी आत्मा के लिए आनंद पूर्वक अपना सब कुछ बलि कर दूंगा ചെലവായി പോകുകയും ചെയ്യും. और स्वयं बलि हो जाऊंगा. രണ്ട് രീതിയിലുള്ള ചെലവിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. यहाँ दो प्रकार की बलियों के बारे में लिखा है. ഒന്ന് ചെലവാക്കുക, एक तो हम खर्च कर दें, രണ്ട് ചെലവായി പോവുക. और दूसरा खर्च हो जाए. എന്താണ് ഏറ്റവും വിലയേറിയത്? और सबसे बहुमूल्य क्या है? ഏറ്റവും വിലയേറിയത് സർവ്വലോകത്തെക്കാൾ വിലയേറിയത് തന്നെയാണ്. इस संसार से सबसे बहुमूल्य क्या है? ഏറ്റവും വിലയേറിയത് കൊണ്ട് ദൈവരാജ്യത്തിന്റെ പണി ചെയ്ത ഒരു ഭക്തനാണ് പൗലോസ്. पौलुस वही आदमी है जो एक ऐसा भक्त है, बहुमूल्य वस्तुओं से उसने कलीसिया बनाई. അവൻ ചെലവാക്കി വേല ചെയ്തവൻ മാത്രമല്ല, वो केवल खर्च करके कलीसिया को नहीं बनाया, അവൻ തന്നെ ചെലവിട്ടുകൊണ്ട് വേല ചെയ്തവനാണ്. स्वयं बलि बन करके भी उसने सेवा की. അതുകൊണ്ട് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, इसलिए पौलुस ये कहता है, ഏറ്റവും വിലയേറിയത് കൊണ്ട് നിങ്ങൾ പണിയണം. सबसे बहुमूल्य वस्तु से तुम नींव डालो. ഏറ്റവും വിലയേറിയത് കൊണ്ട് പണിയാൻ കഴിയുന്നതാണ് കെട്ടിടത്തിന്റെ നിലനിൽപ്പ്. सबसे बहुमूल्य वस्तु से बनाओगे तो ये नींव टिका रहेगा. ഇതിനകത്ത് തങ്ങളുടെ ജീവിതത്തെ ചെലവിട്ടുകൊണ്ട് ദൈവരാജ്യത്തിന്റെ പണിയിൽ ഏർപ്പെട്ട ഭക്തന്മാരുണ്ട്. यहाँ पर बैठे हुए कई भक्त ऐसे हैं, लोग जिन्होंने अपने जीवन का ही बलि चढ़ा दिया और सेवा की है. പ്രിയപ്പെട്ട ബാബുച്ചായൻ നമ്മളെ ശരവന്റെയും സോണിയുടെയും കാര്യം ഓർമ്മപ്പെടുത്തി. अभी भाई बाबूचा ने शरवण और उनकी पत्नी सोनिया के बारे में कहा. അവര് കുറെ നാളായിട്ട് അവർ ചെലവിടുന്നവരായിരുന്നു. कुछ दिनों से वो बलिदान करते जा रहे थे. പക്ഷെ അവരൊരു പുതിയ തീരുമാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. अभी एक निर्णय की ओर आ गए. കന്യാകുമാരിയിലെ ട്രൈബൽസിന്റെ ഇടയിൽ ചെലവായി പോകാൻ. अब कन्याकुमारी के उन आदिवासियों के बीच में स्वयं बलि होने के लिए तैयार है. അവരുടെ ജീവിതം കൊണ്ട് ദൈവരാജ്യത്തിന്റെ പണി ചെയ്തെടുക്കാൻ, अपने कार्यों से प्रभु के राज्य को बनाने के लिए ഏറ്റവും വിലയേറിയതിനെ ചെലവാക്കുന്ന ഒരു അനുഭവം, सबसे बहुमूल्य को बलि चढ़ाने का एक अनुभव. ഇന്ന് ദൈവസന്നിധി നമ്മൾ അടുത്ത് വന്നിരിക്കുകയാണല്ലോ. हम जब प्रभु के चरणों के पास आ चुके हैं, ദൈവവചനത്തിന്റെ കീഴിൽ നമ്മൾ ഇരിക്കുകയാണല്ലോ. हम प्रभु के चरणों के पास बैठे हैं, നമ്മൾ കർത്താവിന്റെ വേലക്കാരാണല്ലോ. हम प्रभु के लोग हैं, उसके दास हैं. But are we spending the most precious thing for the kingdom of God? क्या हम सबसे बहुमूल्य वस्तु को प्रभु की सेवा में देते हैं? ഏറ്റവും വിലയേറിയത് ചെലവാക്കുന്ന അനുഭവം. सबसे बहुमूल्य बात को प्रभु के चरणों में. ഞാൻ ഇപ്രകാരം ഒരു സംഭവ കഥ കേട്ടിട്ടുണ്ട്. मैंने ऐसी घटना सुनी है. ജനറൽ ജാക്സൺ എന്ന ഒരു പട്ടാള മേധാവി ഉണ്ടായിരുന്നു. जनरल जैक्सन नाम के एक सेनापति थे. ഒരിക്കൽ അദ്ദേഹം തന്റെ പട്ടാളക്കാരുമായി യാത്ര ചെയ്യുകയാണ്. अपने सेना के साथ में वो एक यात्रा में लगे थे. സൈന്യം ഒരുമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. सेना एक साथ आगे बढ़ रही है. അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നദിയുടെ തീരത്ത് വന്നു. और ऐसे समय में वो एक नदी के किनारे आ गए. നദി മുറിച്ചു കടക്കണം. उनको उस पार जाना है. അദ്ദേഹം തന്റെ കൂടെ ഉണ്ടായിരുന്ന എഞ്ചിനീയർമാരോട് പറഞ്ഞു, നിങ്ങൾ എത്രയും വേഗത്തിൽ ഒരു പാലം പണിയണം. और अपने इंजीनियरों से कहा कि जल्दी से जल्दी एक पुल बना दो. നമുക്ക് സമയം പാഴാക്കാനില്ല. हम समय बर्बाद करना नहीं चाहते. വേഗത്തിൽ അക്കരെ കടക്കണം. हमें जल्दी से जल्दी उस पार जाना है. എഞ്ചിനീയർമാർ ഓക്കേ എന്ന് പറഞ്ഞു. इंजीनियरों ने कहा हाँ करेंगे. കൂട്ടത്തിൽ ജനറൽ ജാക്സൺ തന്റെ കൂടെ ഉണ്ടായിരുന്ന വാഗൺ മാസ്റ്ററോട് ഈ കാര്യം പറഞ്ഞു. अपने एक साथी से वैगन मास्टर से उन्होंने यही बात कही. വാഗൺ മാസ്റ്റർ ഓക്കേ എന്ന് പറഞ്ഞു. उन्होंने भी कहा हाँ करेंगे. കുറച്ചു കഴിഞ്ഞപ്പോൾ പട്ടാളം മുഴുവൻ അപ്പുറത്തെത്തി. कुछ समय के बाद पूरा की पूरी सेना उस तरफ पहुंच गई. വാഗൺ മാസ്റ്റർ जनरल ജാക്സന്റെ അടുക്കൽ വന്നു പറഞ്ഞു, പട്ടാളം മുഴുവൻ അക്കരെ കടന്നു. उन्होंने कहा कि हमारी पूरी सेना उस पार पहुंच चुकी है. ജനറൽ ജാക്സൺ വന്നു നോക്കുമ്പോ ഈ നദിയുടെ കുറുകെ അവിടെ ഉണ്ടായിരുന്ന കല്ലുകളും തടിക്കഷ്ണങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ട് ഈ പട്ടാളം മുഴുവൻ അപ്പുറം കടന്നിരിക്കുകയാണ്. और यहाँ देखा कि लकड़ी और पत्थर सब कुछ इकट्ठा करके सेना को उस पार कर दिया गया. ഉടനെ ജാക്സൺ ചോദിച്ചു, നമ്മുടെ എഞ്ചിനീയർമാർ എവിടെ? जैक्सन ने पूछा हमारे इंजीनियर लोग कहाँ चले गए? They are drawing the plan.
उन्होंने कहा वो तो अभी तो नक्शा बना रहे हैं, അവരിപ്പോഴും പ്ലാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. अभी भी नक्शा बना रहे हैं. അനേകം ആളുകൾ ജീവിതത്തിന്റെ അവസാനം വരെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. जीवन के अंत तक कई लोग आज भी नक्शा बना रहे They हैं, are not ready to spend. अपने आप को बलि देना नहीं चाहते. എന്നാൽ ഇവിടെ ഒരു വാഗൻ മാസ്റ്റർ എത്രയും വേഗത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. लेकिन एक और व्यक्ति है जो जल्दी से जल्दी वहां पर पुल तैयार कर रहा है. കർത്താവ് എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചത് 2010 2010 में प्रभु ने मुझे सेवा के लिए बुलाया. 3.5 വർഷം ഞാനും വരച്ചുകൊണ്ടിരുന്നു. मैं 3.5 साल तक मैं भी नक्शे बनाता रहा. ഒരിക്കൽ ജോൺസ് അച്ചായൻ എന്നെ ഫോണിൽ വിളിച്ചു. एक बार भाई जॉनसन ने मुझे फोन से बुलाया. അച്ചായൻ എന്നോട് ചോദിച്ചു, ബേസിലെ എന്തായി തീരുമാനം? मेरे से पूछा, बेसिल आपका निर्णय क्या है? ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. मैंने कहा मैं भी अभी भी प्रार्थना कर रहा हूं. അച്ചായൻ ചോദിച്ചു, നീ എത്ര നാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു? उन्होंने मुझसे पूछा, तू कब तक प्रार्थना में लगे रहेगा? പറയട്ടെ, ആ ജോൺസ് അച്ചായൻ വിളിച്ച അന്ന് തന്നെ ഞാൻ ആ തീരുമാനം എടുത്തു. उसी दिन मैंने उस निर्णय को ले लिया. പ്രിയപ്പെട്ട ദൈവമക്കളെ, मेरे भाइयों मित्रों, നമ്മൾ വരയ്ക്കാൻ വേണ്ടി സമയം ചെലവാക്കേണ്ടവരല്ല. हम नक्शा बनाने के लिए समय बर्बाद ना करें. നാം ചെലവാക്കുന്നവരും ചെലവായി പോകുന്നവരുമാകണം. हम बलि देने के लिए, बलि चढ़ाने के लिए तैयार रहें. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പാഴാക്കി കളയുന്ന സമയം വളരെ വിലയേറിയതാണ്. हम जो समय बर्बाद कर रहे हैं वो बहुत बहुमूल्य है. ഏറ്റവും വിലയേറിയത് നമ്മുടെ ജീവിതമാണ്. हम सबसे महत्वपूर्ण हमारा स्वयं का जीवन है. അത് കർത്താവിന് വേണ്ടി ചെലവാക്കുന്നിടത്താണ് ജ്ഞാനിയായ ശില്പിയായ പൗലോസിന്റെ പ്രബോധനം പ്രയോജനപ്പെടുന്നത്. वो कुशल कारीगर कहता है कि इसी बात के लिए अपना जीवन तुम सेवा में लगा दो. 2 നമ്മുടെ മക്കളുടെ ജീവിതമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. उसके बाद मैं सोचता हूं हमारी संतानों का जीवन. ഇവിടെയുള്ള അപ്പന്മാര് പറയട്ടെ, അമ്മമാര് പറയട്ടെ, നമ്മുടെ ജീവൻ കഴിഞ്ഞാൽ ഏറ്റവും വിലയേറിയത് ഏതാ? यहाँ माता पिता बैठे हुए हैं, सबसे पहले बताइए हमारे जीवन के बाद सबसे महत्वपूर्ण क्या है? ഏറ്റവും വിലയേറിയത് നമ്മുടെ ജീവനാണെങ്കിൽ അത് കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ജീവൻ. अगर हमारा जीवन सबसे बहुमूल्य है तो उसके बाद हमारे बच्चे. നമുക്ക് അവരെ കയ്യെ പിടിച്ച് ചെയ്യിക്കാനൊന്നും പറ്റില്ല. हम अपने बच्चों को हाथ पकड़ करके करवा तो नहीं सकते, പക്ഷെ അതിനുള്ള വിത്ത് വിതയ്ക്കാൻ, लेकिन उसके लिए एक बीज जरूर डाल सकते. അതിനുള്ള ദർശനം അവരുടെ ഉള്ളിലേക്ക് കൊടുക്കാൻ, उनके वो दर्शन का बीज अवश्य आप रोप सकते. അതിനുള്ള ആവേശം അവരുടെ ഉള്ളിൽ പകർന്നു കൊടുക്കാൻ उसके अंदर का वो आग्रह आप उसके अंदर डाल सकते हैं. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. प्रभु हमसे यही तो चाहता है. പക്ഷെ യൂത്ത് മിനിസ്ട്രി ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു കാര്യം അറിയാം. जवानों के बीच में सेवा करने के कारण मैं एक बात तो जानता हूं. മിഷൻ ചലഞ്ചിന് മക്കളെ വിടാത്ത ആളുകളുണ്ട്. मिशन चैलेंज में अपने बच्चों को ना भेजने वाले कई लोग थे. സുവിശേഷ വേലയെ കുറിച്ച് പറയുന്നിടത്ത് മക്കളെ അയക്കാത്ത മാതാപിതാക്കളെ എനിക്ക് നേരിട്ടറിയാം. ऐसे लोगों को मैं जानता हूं जो जो मिशन चैलेंज में अपने बच्चों को नहीं भेजना चाहते थे. ഇനി അഥവാ വിട്ടാൽ മുന്നറിയിപ്പ് കൊടുത്ത് പറഞ്ഞു വിടുന്നവരെയും എനിക്കറിയാം. मैं ये भी जानता हूं जिन्होंने कुछ लोगों ने भेजा लेकिन चेतावनी देकर के भेजा था. അബദ്ധം കാണിച്ചേച്ച് ഇങ്ങോട്ട് വന്നേക്കരുത്. उनसे कहा मूर्खतापूर्ण निर्णय लेकर वापस मत आना. എന്നാൽ പൗലോസ് പറയുന്നത്, लेकिन पौलुस से कहता है ചെലവിടുകയും स्वयं बलि चढ़ाने के लिए, ചെലവായി പോകുകയും ചെയ്യും. स्वयं बलि चढ़ने के लिए भी, ചെലവിടാനും ചെലവായി പോകാനും बलि चढ़ाने के लिए, बलि चढ़ने के लिए तैयार रहो. തയ്യാറാകുന്നിടത്താണ് ദൈവരാജ്യത്തിന്റെ പണി നടക്കുന്നത്. ऐसे समय में ही परमेश्वर का राज्य स्थापित होगा. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അതിന് മനസ്സുണ്ടോ എന്ന് പരിശോധിക്കണം. आज आपके अपने मूल्यांकन करें इसका मन है या नहीं. നമ്മൾ എന്തൊക്കെയോ ചെയ്ത് തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണ്. हम कई बातें करके तृप्त जीवन जी रहे हैं. ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ വേല വേറെ തലത്തിലെത്തിയേനെ. अगर ऐसा नहीं होता तो हम कहीं और स्तर पर पहुंच जाते. വേറെ തലങ്ങളിലേക്ക് നമ്മുടെ ശുശ്രൂഷ മാറിയേനെ. हमारी सेवा कहीं और उच्च कोटि में आ जाती. നമ്മൾ ചിലതിനകത്തൊക്കെ തൃപ്തിപ്പെടുകയാണ്. हम कई बार अपने आप में स्वयं आत्म संतोष में जी रहे हैं. 2 പ്രബോധനങ്ങൾ ശ്രദ്ധിച്ചു. आपने 2 बातें ध्यान से सुनी हैं. ഒന്ന്, be sure that you build on the correct foundation. मैंने आपसे कहा कि आप निश्चिंत होकर जान लें कि आप यीशु के नींव पर बना रहे हैं. ശരിയായ അടിസ്ഥാനമാണ് ഒന്നാമത്തെ കാര്യം. सबसे मुख्य बात नींव ही है. 2, എങ്ങനെ പണിയുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. दूसरा मैंने आपसे बताया कि कैसे इसको बनाया जा रहा है. വിലയേറിയത് കൊണ്ട് പണിയണം. बहुमूल्य वस्तुओं से बनाएं. ഞാൻ ഒരിക്കൽ ഒരു ഹോട്ടലിൽ പോയ കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നു. मैं तुरंत अभी याद आए, एक होटल में मैं गया था.
മെനു ഒക്കെ നോക്കിയിട്ട് ഭക്ഷണത്തിന്റെ കൂടെ ഒരു കറി പറഞ്ഞു. और मेनू देख करके मैंने एक करी का ऑर्डर कर दिया. അപ്പൊ കൊണ്ടുവന്ന് വെച്ച കറി ഒരു വലിയ ബക്കറ്റിലാണ് കറി കൊണ്ടുവന്നത്. और ये करी जो लेकर के आए एक बकेट के अंदर लेकर के आए थे. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. मुझे तो बड़ा आश्चर्य हुआ. ഇത്രയും ഈ ചെറിയ തുകയ്ക്ക് ഇത്രയും വലിയ ബക്കറ്റ് നിറയെ കറിയോ? ये इतना सादा करी ला करके देने की क्या जरूरत? ഞാൻ മക്കളോട് പറഞ്ഞു ഇന്ന് ഇഷ്ടം പോലെ കറിയുണ്ട്. मैंने उन बच्चों से कहा आज तो बहुत मिल गया अपने को. ഞാൻ സ്പൂൺ എടുത്ത് വിളമ്പാൻ വേണ്ടി തുടങ്ങി. और जब मैंने स्पून डाला उस बकेट के अंदर, ആ സ്പൂൺ പുറത്തേക്ക് എടുത്തപ്പോ ചെറിയൊരു സ്പൂൺ. और उसके अंदर एक छोटा सा और स्पून था. കാര്യം ബക്കറ്റിന് പൊക്കം ഉണ്ടെങ്കിൽ അകത്ത് അധികം ആഴമില്ല. बकेट बड़ा था लेकिन अंदर गहरा नहीं था. നമ്മുടെ അനേകരുടെ അവസ്ഥ ഇതുപോലാകാൻ സാധ്യതയുണ്ട്. हमारी अवस्था कई लोगों की ऐसे ही है. അടിസ്ഥാനം ഒന്നാമത്തേത്. सबसे प्रमुख नींव. രണ്ട് വിലയേറിയ വസ്തുക്കളെ കൊണ്ട് പണിയണം. बहुमूल्य वस्तुओं से नींव डालें. മൂന്നാമതായി പൗലോസ് ഒരു മുന്നറിയിപ്പാണ് തരുന്നത്. और तीसरा पौलुस चेतावनी देता है. 16-17 വാക്യങ്ങൾ. उसके 16 और 17 में देखिए. Beware of destroying the temple. मंदिर को नष्ट करने वाले सावधान. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും तुम परमेश्वर के मंदिर हो. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? परमेश्वर क्या आत्मा तुम्हारे अंदर वास करता है, क्या तुम नहीं जानते? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ यदि कोई परमेश्वर के मंदिर को नष्ट करेगा, ദൈവം നശിപ്പിക്കും. परमेश्वर उसे नष्ट करेगा. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. क्योंकि परमेश्वर का मंदिर पवित्र है നിങ്ങളും അങ്ങനെ തന്നെ. और वह तुम हो. വളരെ ശക്തമായിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് ഈ വാക്യം. एक बहुत बड़ी चेतावनी प्रभु ने हमें यहाँ दी है. നമ്മൾ മിക്കവാറും ഈ വാക്യം ഉപയോഗിക്കുന്നതിന് ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. हम कई बार इसको एक दूसरी पृष्ठभूमि में उपयोग करते हैं. മദ്യപിക്കുന്നവരെ പുകവലിക്കുന്നവരെയൊക്കെ കാണുമ്പോൾ അവരോടാണ് നമ്മൾ ഈ വാക്യം കോട്ട് ചെയ്യാറുള്ളത്. आमतौर पर शराबी और नशेड़ियों के लिए हम ये वाक्य उपयोग करते हैं. പക്ഷേ പൗലോസ് ഈ വാക്യം പറഞ്ഞതിന് വേറൊരു കോണ്ടെക്സ്റ്റാ. लेकिन पौलुस ने एक दूसरी पृष्ठभूमि में ये कहा है. ദൈവസഭയുടെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് പൗലോസ് ഈ വാക്കുകൾ പറയുന്നത്. परमेश्वर की कलीसिया की पृष्ठभूमि में वो कह रहा है. കൊരിന്തിലെ സഭയോട് ഇത് പറയുന്നതിന് വളരെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. कुरिन्थियों की कलीसिया को विशेष रूप से ये वो कहता है. കൊരിന്തിലെ സഭയിൽ ദൈവസഭയെ നശിപ്പിക്കുന്ന ചില പ്രവണതകൾ ഉണ്ടായിരുന്നു. वहां पर परमेश्वर की कलीसिया को नष्ट करने वाली कुछ बातें थी. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതതാണ്. मसीह जो नींव पर उन्होंने बनाया तो था, വിലയേറിയത് കൊണ്ട് പണിതതാണ്. बहुमूल्य वस्तुओं से बनाया था. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് അത് തകർക്കപ്പെടുകയാണ്. कुछ कारणों से ये टूट रहा है. പൗലോസ് ഈ ലേഖനത്തിൽ ആ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തു വരുന്നത്. पौलुस इन बातों को इस विषय के अंदर कह रहा है. ഒന്നാമതായിട്ട് പൗലോസ് പറയുന്നത് നിങ്ങളുടെ ഇടയിലുള്ളതായിരിക്കുന്ന വിഭാഗീയത സഭയെ നശിപ്പിക്കുകയാണ്. कलीसिया को नष्ट करने वाली बात है तुम्हारे अंदर की अनेकता. ഒന്നാമത്തെ അധ്യായം മുതൽ ആ വിഷയം അവിടെ ഉണ്ട്. पहले अध्याय से ही उसको आप देख सकते हैं. ഈ 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ तीसरे अध्याय के 4थे आयत में പൗലോസ് ആ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നുണ്ട്. पौलुस ये लिख करके कहता है. ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും कोई ये कहता है मैं पौलुस के दल का हूं. മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരനെന്നും कोई दूसरा कहता है मैं अपोलोस के दल का हूं. എന്നും പറയുന്നു. എന്നാൽ പൗലോസ് പറയാണ് ഞാൻ സാധാരണ മനുഷ്യനല്ലയോ? मैं तो क्या साधारण व्यक्ति नहीं हूं क्या? ഇങ്ങനെ വിഭാഗീയത സഭയെ നശിപ്പിക്കും. इस प्रकार की जो अलगाव है कलीसिया को नष्ट कर देगी. 2023 ദൈവസഭയുടെ അവസ്ഥ എന്താണ്? 2023 में कलीसिया की अवस्था आज क्या है? ദൈവസഭയ്ക്കകത്ത് വിഭാഗീയതകൾ കടന്നു വന്നിരിക്കുകയാണ്. कलीसिया के अंदर में अलगाववाद आ चुका है. പൗലോസിന്റെ അത്ര മഹാന്മാരൊന്നും ഇവിടെ ഇല്ല. पौलुस के जितने बड़े बड़े लोग तो यहाँ नहीं हैं. പക്ഷേ പൗലോസിനേക്കാൾ പൗലോസ് പറഞ്ഞു ഞാൻ സാധാരണ മനുഷ്യനല്ലയോ? क्या वो तो कहता कि क्या मैं साधारण व्यक्ति नहीं हूं? പക്ഷെ നമ്മളിൽ പലരും പറയുന്നത് അങ്ങനല്ല, എന്റെ കൂടെ കുറച്ചു പേര് വേണം. लेकिन हम कहते हैं कि हमारे साथ तो कुछ लोग चाहिए. ഞാൻ ഇനി നിയന്ത്രിക്കും, मैं इनको क्या नियंत्रित करूंगा, എന്റെ അജണ്ട നടപ്പാക്കും. मेरी इच्छा यहाँ पूरी होगी. ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ ഈസ് നോട്ട് എ പ്രോബ്ലം. अगर आपके विचारों में अनेकता है तो समस्या नहीं है. ബട്ട് ഡിവിഷൻ വിൽ ഡിസ്ട്രോയ് ദ ചർച്ച്. लेकिन दलबंदी जो है कलीसिया को नष्ट कर देगी. വിഭാഗീയത സഭയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. आज दलबंदी जो है कलीसिया को बर्बाद करते जा रही है. ചിലപ്പോ നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾ അംഗീകരിക്കപ്പെട്ടെന്നിരിക്കില്ല. हो सकता है आपके विचारों को कोई पसंद न करे. അതിന്റെ പേരിൽ വിഭാഗീയത ഉണ്ടാക്കിയാൽ ഈ വാക്യം നമുക്കുള്ള മുന്നറിയിപ്പാണ്. लेकिन उसके नाम पर अगर आप दल बनाते जाएं तो हमारे लिए चेतावनी है. ഞാൻ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. मैं एक ऐसी कमेटी में शामिल था. അതിനകത്തൊരു തർക്കം ഉണ്ടായി. उसमें एक तर्क हो गया. ഭരണഘടന അനുസരിച്ച് ഒരു ഗ്രൂപ്പിന് മേൽക്കൈയുണ്ട്.
और उसमें एक ग्रुप, एक समूह में थोड़ा सा और ताकत थी। ഞാൻ ബലഹീനമായ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു. मैं तो छोटे ग्रुप का भाग था। ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരാൾ പറഞ്ഞു, हमारे ग्रुप में एक ने कहा, ഒന്നും നമ്മൾ വിട്ടുകൊടുക്കില്ല, हम छोड़ेंगे नहीं, വേണ്ടി വന്നാൽ കോടതിയിൽ പോകും. अगर होगा तो हम कोर्ट में जाएंगे, मुकदमा लड़ेंगे। എനിക്ക് അന്ന് ഒരു 25 വയസ്സ് പ്രായമൊക്കെ ഉണ്ടാകും. मैं शायद उस समय केवल 25 साल का था, എന്തായാലും 30 താഴെയാണ്. 30 से कम ही था। കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഞാനാണ്. अपने ग्रुप में सबसे छोटा मैं ही था। ഞാൻ പറഞ്ഞു, കോടതി പോകാനാണെങ്കിൽ ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. मैंने उनसे कहा, अगर आपको मुकदमा लड़ना है, कोर्ट अदालत जाना है, तो मैं नहीं हूं। കോക്കസ് ശക്തിപ്പെട്ടു വരികയായിരുന്നു. और बड़े ही शक्ति से वो लोग आगे आना चाहते थे। ഏറ്റവും ബലഹീനായ ഞാൻ കാലു വലിച്ചു. मैं सबसे कमजोर था, मैंने अपने पैर पीछे हटा लिए। പക്ഷെ പ്രശ്നം അവിടെ തീർന്നു. वहीं समस्या समाप्त हो വിഭാഗീയത അവിടെ അവസാനിച്ചു. गई। दलबंदी वहीं खत्म हो गया। നമ്മളെ മാനിക്കപ്പെട്ടില്ലായിരിക്കും, हो सकता है आपको कोई इज्जत ना दे, പക്ഷെ ദൈവരാജ്യത്തിന് അത് ദോഷമായി വന്നില്ല. लेकिन परमेश्वर के राज्य के लिए लाभकारी बन गया। എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, मेरी आवाज को सुनने वाले लोगों, ചിലപ്പോ നമ്മുടെ ഒരു നിശബ്ദത പ്രശ്നങ്ങളെ പരിഹരിക്കും. हो सकता है आप चुपचाप बैठे हैं तो समस्या का समाधान हो सकता है। നമ്മുടെ ഒരു വിനയപ്പെടൽ ഒരു വലിയ പരിഹാരമാകും. हो सकता है कि एक बहुमूल्य बात आपके द्वारा निकल जाए। എന്റെ അഭിപ്രായത്തിന് വില കിട്ടിയില്ലെങ്കിലും आपके विचारों को अगर कोई मूल्य ना भी दे, അത് ദൈവസഭയെ ബാധിക്കില്ല. वो कलीसिया को नहीं तोड़ता। പക്ഷെ എന്റെ വാശി ചിലപ്പോ ദൈവസഭയെ ബാധിക്കും. कई बार मेरा स्वार्थ कलीसिया को तोड़ सकता है। ഡിവിഷൻ വിൽ ഡിസ്ട്രോയ് ദ ചർച്ച്. दलबंदी कलीसिया को नष्ट कर देगी। 2, അൺഹോളി കണ്ടന്റ്മെന്റ് വിൽ ഡിസ്ട്രോയ് ദ ചർച്ച്. अपवित्रता कलीसिया को नष्ट कर सकती है। ഈ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ इस लेख में 4थे अध्याय में പൗലോസ് ഈ വിഷയം അഡ്രസ് ചെയ്യുന്നുണ്ട്. पौलुस इस बात को कहता है। 8-ാമത്തെ വാക്യം ഒന്ന് നോക്കിയാട്ടെ. 8वें आयत को जरा देखिए। 4-ാം അധ്യായം 1 കൊരിന്ത്യർ 4:8. पहला कुरिन्थियों 4:8। ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി, तुम तो तृप्त हो गए हो, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, तुम तो क्षण भर में संपन्न हो गए, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. हमारे बिना ही तुम राजा बन गए। പൗലോസിന്റെ ഒരു വലിയ വിഷമമാണ് പൗലോസ് അവിടെ പറയുന്നത്. बड़े दुख के साथ पौलुस ये कहता है, ഓ, നിങ്ങൾ സമ്പന്നന്മാരായല്ലോ, സ്തോത്രമെന്നല്ല. मैं तुम धनी हो गए उसके लिए मैं धन्यवाद नहीं दे നിങ്ങൾ रहा, തൃപ്തരായല്ലോ, സ്തോത്രമെന്നല്ല. मैं तृप्त हो गए उसके लिए भी धन्यवाद नहीं। അടുത്ത വാക്കിൽ ഇങ്ങനെയാ പൗലോസ് പറയുന്നത്, അയ്യോ. कैसा अच्छा होता। പൗലോസിന്റെ സങ്കടമാണ്. ये उसका दुख है। എന്താ സങ്കടത്തിന്റെ കാരണം? उसके दुख का कारण क्या है? പെട്ടെന്ന് അവര് തൃപ്തരായി. तुरंत ही वो तृप्त हो जाते हैं। സഭ ഒരല്പം വളർന്നു, कलीसिया थोड़ी सी बड़ी हुई, ഒരു പുതിയ നല്ല കെട്ടിടം ഉണ്ടായി, एक नया भवन बना लिया, എയർ आपने। കണ്ടീഷൻ ചെയ്തു, उसको एयर कंडीशन भी कर लिया, നല്ല കൊയറിനെ കിട്ടി, अच्छा क्वायर आ गया, കൂടി വരാൻ ആളെ കിട്ടി, लोग आ गए कलीसिया में। അത് മതി. इतना काफी है। പെട്ടെന്ന് തൃപ്തി പ്രാപിക്കുകയാണ്. तुरंत हम तृप्त हो जाते हैं। അതല്ല കർത്താവിന്റെ ആഗ്രഹം. परमेश्वर का आग्रह ये नहीं है। പെട്ടെന്ന് തൃപ്തി നല്ലതാണ്, तृप्ति अच्छी बात है, പക്ഷെ ഇങ്ങനെയുള്ള തൃപ്തി ദൈവഹിതമല്ല. लेकिन तुरंत तृप्ति परमेश्वर की इच्छा പൗലോസ് नहीं അയ്യോ എന്ന് പറയുകയാണ്. है। वो कहता हाय। ലവോദിക്കയിലെ സഭ ഇതുപോലായിരുന്നു. लौदीकिया की कलीसिया भी ऐसी थी। ഞാൻ ധനവാൻ, वो धनवान है, സമ്പന്നനായിരിക്കുന്നു, बड़े संपन्न है, समृद्धि है, എനിക്ക് ഒന്നിനും മുട്ടില്ല. हमें किसी बात का अभाव नहीं है। പക്ഷെ കർത്താവ് പറയാണ്, നീ നിർഭാഗ്യവാൻ, लेकिन प्रभु वचन कहता है तुम तो दुर्भाग्य से भरे हो, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ. तुम निर्धन हो, तुम अंधे हो, तुम लाचार हो। ഇത് തിരിച്ചറിയാൻ കഴിയണം. ये समझने की ज्ञान चाहिए। പെട്ടെന്ന് തൃപ്തരാകുന്ന ഒരു സമൂഹം, तुम तुरंत तृप्त होने वाले हो। മറ്റു സഭകളുമായി തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് വളർച്ച ഉണ്ടായി കാണും. हम दूसरे कलीसियाओं की तुलना में हो सकता है आप बढ़ गए, മറ്റു സമൂഹവുമായി താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടായി കാണും. हो सकता है कि आपकी संपन्नता दूसरों की तुलना में ज्यादा है। പക്ഷെ പെട്ടെന്ന് തൃപ്തരാകരുത്. ऐसा जल्दी तृप्त ना हो जाए। ഒരു വിശുദ്ധമായ അസംതൃപ്തി നമ്മുടെ ഉള്ളിലുണ്ടാകും. एक पवित्र असंतृप्ति दिल के अंदर हो जाए। ഇത് പോരാ എന്നൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വേണം. ये काफी नहीं है ऐसा आग्रह हमारे अंदर हो। പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല. अगर हम सोचते हैं कि मैं खड़ा हूं, പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. उसके पीछे पीछे अभी भी थाम के भाग रहा हूं। ബാബുച്ചാൻ ആദ്യം പറഞ്ഞല്ലോ വചനത്തിന്റെ മുമ്പിൽ ചിലർ ഇരിക്കുന്നതിനെ കുറിച്ച്. बाउचा ने शुरुआत में कही थी, जब लोगों को मैं देखता हूं वचन के सामने कैसे बैठते हैं, ഞാനും പലപ്പോഴും അതിന് ഇരയായി തീർന്നിട്ടുണ്ട്. मैं भी कई बार उसको झेल चुका हूं। ചിലപ്പോ തോന്നിയിട്ടുണ്ട് ഇനി ഒരിക്കലും പ്രസംഗിക്കുന്നില്ലെന്ന്. कई बार तो मैंने सोचा ऐसे लोगों के सामने आइंदा प्रचार ना करूं। ഞാൻ ഇത്ര ബോറൻ പ്രസംഗകനാണെങ്കിൽ ഇനി വേണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. अगर मेरा प्रचार इतना बेकार है तो मैं क्यों यहां खड़े होकर के प्रचार करूं। കാരണം ചിലര്
ആമുഖം പറയുമ്പോഴേക്കും തൃപ്തരാണ്. कई लोग तो भूमिका बोलते ही साथ वो तृप्त हो जाते हैं. അനേക സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ മുഖഭാവം കൊണ്ട് അവർ പറയുന്നുണ്ട്, ഞങ്ങൾ നേരത്തെ നിറച്ച് കഴിച്ചാ വന്നത്. और कई लोगों के चेहरे को देख करके तो ऐसा वो दिखाते हैं कि हम तो पेट भर के खा करके आए हैं. എന്നാൽ ചില ഭക്തന്മാരുടെ ഗ്രൂപ്പിൽ ചെന്നാൽ लेकिन कुछ भक्तों के समूह में आप जाइए, ദൈവവചനം നിർഗളം പുറത്തേക്ക് വരും. वो वचन अपने आप बहने लगता है. കൊതിയോടെ കടന്നു വന്നിരിക്കുകയാണ്, बड़े उत्साह के साथ, लालच के साथ बैठे हैं, ആഗ്രഹത്തോടെ വന്നിരിക്കുകയാണ്, बड़े आग्रह के साथ, भूख के साथ बैठे हैं. ചിലപ്പോ നമ്മുടെ പ്രസംഗം വലിയ നിലവാരമൊന്നും ആവണമെന്നില്ല. हमारा प्रचार की कोई बहुत बड़ी खासियत शायद ना हो, പക്ഷെ അവർക്കൊരു ബോധ്യമുണ്ട്, ഞങ്ങൾ ദൈവവചനത്തിന്റെ മുമ്പിലായിരിക്കുന്നത്. लेकिन वो ये जानते हैं कि हम प्रभु के वचन के सामने हैं. ഒരു വലിയ കൊതിയോടെ അവരിയ്ക്കുന്നത്. बड़ी भूख के साथ बैठते हैं. പുതിയ 4 പോയിന്റ് കേട്ടില്ലേലും नया 4 पॉइंट भले ही नहीं मिला, ദൈവദാസൻ ഓർമ്മപ്പെടുത്തുകയാണെന്ന് ഒരു ചിന്തയോടെ ഇരിക്കുന്നവരുണ്ടാവും. प्रभु का दास हमें ये स्मरण करा रहा है. ദൈവത്തിന് സ്തോത്രം. प्रभु के नाम की महिमा हो. പ്രിയപ്പെട്ട ദൈവമക്കളെ, मेरे प्रिय भाइयों बहनों, പെട്ടെന്ന് തൃപ്തരാകരുത്. तुरंत तृप्ति अच्छी ഞാൻ नहीं है. ഇത്രയൊക്കെ വളർന്നല്ലോ, അത് മതി. मैं इतना बढ़ चुका हूं, इतना काफी है. അതൊരു വലിയ പാപത്തിൽ നമ്മളെ കൊണ്ടുചെന്നെത്തി. ये हमें पाप की ओर ढकेल ഇനി देगा. ഒരിക്കലും വളരാത്ത അവസ്ഥയിൽ നമ്മളെ കൊണ്ടുചെന്നെത്തി. हम कभी भी आगे बढ़ नहीं पाएंगे, ऐसी अवस्था ഒരു पहुंचाएंगे. വിശുദ്ധമായ അസംതൃപ്തി നമ്മളിൽ एक വളരട്ടെ. पवित्र असंतृप्त हमारे दिल हो. വേറെ ചില കാര്യങ്ങളും കൂടെ പൗലോസ് അവിടെ പറയുന്നുണ്ട്. कुछ और बातों को पौलुस कहता है. പാപത്തോടുള്ള സഹിഷ്ണുത. पाप के साथ जो सहते हैं आप. 5-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ആ വിഷയം അഡ്രസ് ചെയ്യുന്നുണ്ട്. 1 കൊരിന്ത്യർ 5-ൽ पाप को 5वें अध्याय को देखिए, पहला कुरिन्थियों में. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ട്. तुम्हारे बीच में व्यभिचार हो रहा അത് है. ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത ദുർനടപ്പാണ്. वो तो अन्य जातियों में भी नहीं होता, എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. फिर भी तुम तृप्त हो. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. तुमको तो शोक मनाना चाहिए, तुमने ऐसा नहीं किया. പാപത്തോട് സഹിഷ്ണുത കാണിക്കുന്ന ഒരു സഭ, तुमने पाप को अपने अंदर में समेट लिया है. ദൈവസഭയെ നശിപ്പിക്കുന്നത് എന്താണ്? ये कलीसिया को बर्बाद करता कौन है? പാപത്തോട് സാരമില്ലെന്ന് വിചാരിക്കുന്ന ഒരു മനോഭാവം. एक ऐसा मनोभाव कि पाप चलता है. നാം തിരുവചനത്തിൽ വായിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്. वचन में हम एक आयत ऐसा पढ़ते हैं, 4-ാം സങ്കീർത്തനം, 4था भजन. നടുങ്ങുവിൻ പാപം ചെയ്യാതിരിപ്പിൻ. अब पाप करने से दूर रहो, भरे रहो. പാപത്തോട് ചേർത്ത് പറയുന്ന വാക്ക് നടുക്കമെന്നുള്ളതാണ്. मतलब उससे तुमको दूर रहने की जरूरत है. പാപമെന്ന് കേട്ടാൽ നമ്മൾ നടുങ്ങണം. मतलब यह है कि पाप शब्द सुनते शायद भय पैदा होना चाहिए. ഇതൊക്കെ ഏത് നൂറ്റാണ്ടിലെ കാര്യമാണ്? ये आप सोचते होंगे ये किस युग की बातें कर रहे हो? കാരണം നമ്മൾ പാപത്തെ കുറിച്ച് കേട്ട് നടുങ്ങിയിട്ട് എത്ര കാലമായി? पाप को सुन करके भयभीत हम कब नहीं हुए? കാരണം നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. क्योंकि हमने उसके साथ दोस्ती कर ली है, सामंजस्य स्थापित कर लिया. നമ്മൾ പറയുന്ന मറുപടി ഇറ്റ്സ് ഓക്കേ, हम कहते हैं ये सब चलता है, സാരമില്ലെന്നേ. कोई समस्या नहीं है. ഈ അവസ്ഥയിലേക്ക് നമ്മൾ തരം താണിരിക്കുന്നു. हम उस स्तर तक गिर चुके हैं. വിശ്വാസിയുടെ പാപം മാത്രമല്ല, विश्वासियों के जीवन में ही नहीं, ഒരു വേലക്കാരൻ പാപം ചെയ്യുന്നത് കേട്ടാൽ പോലും നമുക്കിപ്പോ നടുക്കമില്ലല്ലോ. एक सेवक भी पाप में गिर या सुन करके हम चौंक नहीं पाते, ഇറ്റ്സ് നോർമൽ. क्योंकि वो सब सामान्य जीवन हो चुका है. നമ്മൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. हम उसने उसके साथ सामंजस्य कर लिया है. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. जो परमेश्वर के मंदिर को नष्ट करेगा उसको मैं भी नष्ट നമ്മുടെ ഈ करूंगा. സാരമില്ല എന്ന വാക്ക് നശിപ്പിക്കുകയാണ്. जो हम कहते हैं ये चलता है, वो उसको बर्बाद कर रहा है. ഇറ്റ്സ് ഓക്കേ എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. इसको हम कहते हैं चलेगा, ये नष्ट कर रहा है. അങ്ങനെയല്ലാത്ത ആരുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. अगर कौन है इसको बचाने वाला, ये हम नाश करते जा रहे हैं. हालेलुया, आमीन. 4-ാമത് മറ്റൊരു ശത്രുവുണ്ട്. एक और शत्रु है, वो चौथा है. 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ 6वें अध्याय का 4था वाक्य. അവിടെ കോടതിയിലെ കേസുകളെ കുറിച്ചാണ് പറയുന്നത്. यहां पर अदालत में मुकदमों के विषय में कहा गया है. എനിക്ക് അറിഞ്ഞുകൂടാ ഇന്നത്തെ കാലഘട്ടത്തെ കണ്ടുകൊണ്ടാണ് പൗലോസ് ഇത് മുഴുവൻ എഴുതിയത്. मुझको मालूम नहीं, आज के समाज को देख करके पौलुस ने पहले ये सब लिख दिया. സഭാ നേതൃത്വത്തിന് കോടതികളിലാ കൂടുതൽ ശുശ്രൂഷ ഇപ്പോ. आज कलीसियाओं के अगुवे अदालतों में ज्यादा समय बिताते हैं, कलीसिया में कम. കേസ് കൊടുത്തത് ശത്രുവല്ല, केस जो किया है, मुकदमा दायर किसी शत्रु ने नहीं किया, അകത്തു നിന്നാ.
अंदर से ही। പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഈ പ്രശ്നം തീർക്കാൻ പറ്റില്ലേ? क्या तुम आपस में इसको सुलझा नहीं सकते? അന്യോന്യം വിനയപ്പെട്ടാൽ തീരാനുള്ളതല്ലേ ഉള്ളൂ. क्या एक अगर नम्र हो जाओगे तो ये समस्या सुधार सकते हो? എന്നാൽ അതിന് പ്രാഗൽഭ്യമുള്ളവരിന്ന് കുറഞ്ഞു പോയിരിക്കുന്നു. लेकिन ऐसे लोग कलीसिया में कम हो गए। ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും പ്രശ്നങ്ങൾ തീർക്കാൻ മറ്റൊരുത്തന്റെ അടുക്കൽ പോകേണ്ടി വന്നിരിക്കുന്നു. परमेश्वर की कलीसिया और उसको उसके संबंधों को सुधारने के लिए बाहरी लोग अंदर आ रहे हैं। ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. परमेश्वर की कलीसिया को लोग नष्ट करते जा रहे हैं। അഞ്ചാമതായി, पांचवी बात, മിസ്യൂസ് ഓഫ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. आत्मिक वरदानों का दुरुपयोग। 12-14 അധ്യായങ്ങളിൽ ആ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. 15 और 14वें अध्याय में हम इसको देख सकते हैं। പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. और 12वें 14वें अध्याय कि तुम आत्मिक वरदानों के विषयों में अपरिचित न रहो। കൃപാവരങ്ങളുണ്ട്, സ്തോത്രം. इन दानों वरदानों के लिए प्रभु धन्यवाद। പക്ഷെ അത് ദുരുപയോഗം ചെയ്യുകയാണ്. लेकिन उसका दुरुपयोग चल रहा है। അത് ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്. परमेश्वर की कलीसिया की उन्नति के लिए उसका उपयोग नहीं किया। സ്വാർത്ഥമായ അജണ്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. स्वार्थक रूप में हम उसका उपयोग कर रहे हैं। വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. व्यक्तिगत इच्छा को पूर्तिकरण के लिए हम इसका उपयोग कर रहे हैं। പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ മന്ദിരം നിങ്ങൾ നശിപ്പിക്കുന്നു. पौलुस कहता है तुम परमेश्वर की कलीसिया को नाश कर रहे हो। ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. जो परमेश्वर के मंदिर को नष्ट करता है उसे वह नष्ट करेगा। 3 കാര്യങ്ങൾ ഞാൻ പങ്കുവച്ചു. मैंने 3 बातें आपके सामने रखी। അടിസ്ഥാനമാണ് പ്രധാനം. नींव सबसे प्रमुख है। ക്രിസ്തു എന്ന അടിസ്ഥാനം. मसीह, यीशु मसीह जो नींव है। 2 പണിയാൻ ഉപയോഗിക്കുന്ന വസ്തു. और मैंने उसके बाद उसकी वस्तुओं के विषय में देखा। 3 നശിപ്പിക്കുന്നതിനെ കുറിച്ച്. मैंने नाश के विषय में भी ഞാൻ അതിനോട് ചേർന്നൊരു കാര്യം പറയട്ടെ. उसके साथ में मिलाकर एक बात और कहूंगा। If you are not building, you are destroying the church. अगर आप बना नहीं रहे तो बिगाड़ रहे हैं। നിങ്ങൾ പണിയുന്നവരല്ലെങ്കിൽ നിങ്ങൾ നശിപ്പിക്കുന്നവരാണ്. अगर आप कलीसिया बनाने वाले नहीं हैं तो उसको आप बिगाड़ रहे हैं। ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗ്രൂപ്പ് ഇല്ല. उसके बीच में कोई दूसरा ग्रुप समूह नहीं है। ഒരു ഗ്രൂപ്പ് ആളുകൾ പണിയുന്നവരും ബാക്കിയുള്ളവരെ എല്ലാം നശിപ്പിക്കുന്നവരുമാണ്. या तो आप बनाने वालों में से शामिल हैं या तो बिगाड़ने वालों में से। മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം. समझने के लिए एक उदाहरण देता हूं। നെഹമ്യാവിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിലാണ്. नहम्या के 3 अध्याय में अगर आप आ जाएं, ഞാൻ ആ അധ്യായം മുഴുവൻ അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ്. उसके विषय में पूरा विस्तार से लिखा है। അവിടെ എഴുതിയിരിക്കുന്ന ഹനനേൽ ഗോപുരം മുതൽ ഹമ്മേൽ ഗോപുരം വരെ हनन्याह से लेकर हम्मेल के बुर्ज तक उन्होंने बनाया। ഒരാൾ പണിയുകയാണ്. एक व्यक्ति बना रहा है। അവിടെ മുതൽ അടുത്ത സ്ഥലം വരെ അടുത്തയാൾ പണിയുകയാണ്. वहां से लेकर अगले जगह तक दूसरा बना रहा है। 3-ാം അധ്യായത്തിൽ ആ മതിലിന്റെ പണി അങ്ങ് തീർന്നു. और 3 अध्याय में वो काम तो समाप्त हो गया। ഇവരിൽ ആരെങ്കിലും ഒരാൾ പണിതില്ലെങ്കിലോ? अगर एक ने अगर ना बनाया होता तो ഒരാൾ പണിതില്ലെങ്കിൽ അത് നശിപ്പിക്കുന്നതിന് തുല്യമാണ്. उसको ना बनाना मतलब उसको बर्बाद करने के तुल्य है। എവിടാണോ പണിയാതിരിക്കുന്നത് അവിടെ ശത്രു ആക്രമിക്കും. जहां नहीं बना है वहीं से शत्रु आक्रमण करेगा। അതിലൂടെ അകത്തു വരും. उसके उसी द्वार से अंदर आएगा, തകർത്ത് കളയും, नष्ट कर देगा। ഇന്ന് ശാന്തമായി പരിശോധിക്കണം. बड़े शांति के साथ हृदय को നാം मूल्यांकन करें। പണിയുന്നവരാണോ? हम बनाने वाले हैं, നാം പണിയുന്നവരാണോ? हम बनाने वाले हैं അതോ നശിപ്പിക്കുന്നവരാണോ? या बिगाड़ने वाले हैं। ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗ്രൂപ്പ് ഇല്ല. इसके बीच में और कोई जगह नहीं है। പണിയുന്നവർ പണിയട്ടെ, ഞാൻ കൈയടിക്കാം, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല. हम बनाने वालों को बनाने दो, हम ताली बजाएंगे, ऐसा नहीं हो सकता। പണിയാൻ കൂടുക, അല്ലെങ്കിൽ നശിപ്പിക്കുന്നവരാവുക. आप बनाने वालों के साथ खड़े रहें, नहीं तो आप बिगाड़ने वालों में हैं। ഞാനൊരു കാര്യം, ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. एक घटना सुना करके मैं रोकना चाहता हूं। അമേരിക്കയിലുള്ള ബ്രൂക്ലിൻ എന്ന് പേരുള്ളൊരു ബ്രൂക്ലിൻ ബ്രിഡ്ജിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. शायद ब्रुकलिन उस पुल के बारे में अमेरिका में आपने सुना होगा। 1863 ഒരു എഞ്ചിനീയർ ആണ് അതിന്റെ ആശയം മുന്നോട്ട് വെച്ചത്. 1863 में एक इंजीनियर ने ऐसा आशय दिया था। അദ്ദേഹത്തിന്റെ പേര് ജോൺ റോബ്ലിംഗ് എന്നാണ്. जॉन रॉबलिन नाम था उनका। അദ്ദേഹം ഈ പാലത്തെ കുറിച്ചുള്ള ആശയം മുന്നോട്ട് വെച്ചു. उन्होंने इस पुल के विषय में अपने विचार रखे। ലോക പ്രശസ്തരായ എഞ്ചിനീയർമാർ പറഞ്ഞു ഇതൊരു മണ്ടൻ ഐഡിയയാണ്. और बड़े बड़े प्रसिद्ध इंजीनियरों ने कहा कि ये महामूर्खता होगी।
അങ്ങനെ ഈ ഒരു ഐഡിയ വെച്ച് ഇത് പണിയാനേ കഴിയില്ല. इस तरह इस योजना से आप इसको कभी भी पुल का निर्माण नहीं करेंगे. പക്ഷേ ഈ റോബ്ലിംഗ് പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. लेकिन ये इंजीनियर पीछे हटने के लिए तैयार नहीं था. അദ്ദേഹത്തിന് ഒരു മകനുണ്ട്. മകന്റെ പേര് വാഷിംഗ്ടൺ എന്നാണ്. उसके एक बेटा है, उसका नाम है वाशिंगटन. അദ്ദേഹം ഒരു യുവ എഞ്ചിനീയർ ആയിരുന്നു. वो भी एक जवान इंजीनियर था രണ്ടുപേരും കൂടെ അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തെടുത്തു. और दोनों ने मिलकर उसके कार्य को किया. പാലത്തിന്റെ പണി മുന്നേറുകയാണ്. काम आगे बढ़ रहा है. പണി പകുതിയായപ്പോൾ ഒരു വലിയ അപകടം ഉണ്ടായി. आधा जब समाप्त हो गया, एक दुर्घटना हो गई ജോൺ റോബ്ലിംഗ് ആ അപകടത്തിൽ കൊല്ലപ്പെട്ടു. और उस दुर्घटना में जॉन की मृत्यु हो गई. തന്റെ മകനായിരിക്കുന്ന വാഷിംഗ്ടണും വളരെ പരിക്കേറ്റു. और वाशिंगटन भी घायल हो गया. അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ തളർന്നുപോയി. उसका शरीर में लकवा हो गया. ഇനി ആര് ഇത് പണി തീർക്കും? अब ये कौन इसको समाप्त करेगा? പകുതിയായി കിടക്കുകയാണ്. ये आधा हो चुका है. പകുതിയായി കിടക്കുകയാണ്. ये आधा समाप्त है. ബാക്കി ആര് പണിയും? बाकी कौन बनाएगा? വാഷിംഗ്ടൺ എന്ന ഈ ചെറുപ്പക്കാരന് ആകെ ശരീരത്തിൽ അനങ്ങുന്നത് ഒരു വിരല് മാത്രം. ये वाशिंगटन जो बेटा जो लड़का था, उसकी केवल एक अंगुली ही चलती थी. സംസാരിക്കാൻ കഴിയുകയില്ല. बातचीत नहीं कर सकता. ശരീരത്തിന്റെ ഒരു ഭാഗവും അനങ്ങുകയില്ല. शरीर का और कोई भाग हिला नहीं पाएगा. ഒരു വിരൽ ഒഴികെ. एक अंगुली चला सकता था. പക്ഷെ അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ട്, ഇത് പണി തീർക്കണം. उसके दिल में एक इच्छा थी इसको समाप्त करना. അദ്ദേഹം തന്റെ ഭാര്യയോട് ഈ വിരല് തന്റെ ഭാര്യയുടെ കയ്യിൽ തട്ടിക്കൊണ്ട് സംസാരിക്കാൻ ശ്രമിച്ചു. और उन्होंने अपने पत्नी के हाथों में अपने हाथों से अंगुलियों से बात करना सीख लिया. അദ്ദേഹം ഒരു കോഡ് ഡെവലപ്പ് ചെയ്തെടുത്തു. उन्होंने एक गुप्त कोड बना लिया. ഈ വിരല് തട്ടുമ്പോൾ എന്താണ് മനസ്സിലാകേണ്ടതെന്നുള്ളത് അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തു. मतलब मैं जब आपको छूऊंगा तो उससे क्या अर्थ है ये समझ गए. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്. इतिहास गवाह है. ചലിക്കുന്ന ഒരു വിരല് കൊണ്ട് ബ്രൂക്ലിൻ ബ്രിഡ്ജ് പണിതെടുത്തു. और उस चलने वाले एक अंगुली से उस पुल का पूरा निर्माण कर दिया गया. ചലിക്കുന്ന ഒരു വിരല് കൊണ്ട് ബ്രൂക്ലിൻ ബ്രിഡ്ജ് പണിതെങ്കിൽ एक अंगुली से अगर उस पुल का निर्माण किया गया, ആയുസ്സും ആരോഗ്യവും തന്ന നമ്മെ കൊണ്ട് ये जो स्वास्थ्य और दीर्घायु प्रभु ने हमें दी है, ദൈവരാജ്യത്തെ പണിയാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. प्रभु चाहता है कि उसके राज्य का निर्माण हम करें. നമുക്കൊരു വിരലല്ല, हमें एक अंगुली नहीं, 10 വിരലും അല്ല, 10 अंगुलियां भी नहीं. നിറഞ്ഞ ആരോഗ്യം ദൈവം നമുക്ക് തന്നിട്ടില്ലേ? प्रभु ने हमें उत्तम स्वास्थ्य प्रदान किया. എത്രയോ ആയുസ് നമുക്ക് ദൈവം തന്നില്ലേ? कितना आयु प्रभु ने हमें दिया है. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേൽ പണിയാം. मसीह जो नींव है उस पर निर्माण करें. വിലയേറിയത് കൊണ്ട് പണിയാം. बहुमूल्य वस्तुओं से निर्माण करें. മുന്നറിയിപ്പുകളെ ഗൗരവമായി എടുത്തുകൊണ്ട് പണിയാം. चेतावनियों को जान करके बनाएं. ഈഗോയ്ക്ക് വേണ്ടി അത് നശിപ്പിക്കരുത്. प्रभु अपने स्वार्थ के लिए इसको बर्बाद न करें. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ നശിപ്പിക്കരുത്. अहम से भरकर इसको नष्ट न होने दें. ചില്ലറ നേട്ടങ്ങൾക്ക് വേണ്ടി അത് നശിപ്പിക്കരുത്. एक क्षणिक आनंद के लिए इसको नष्ट न होने दें. താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി അത് നശിപ്പിക്കരുത്. एक थोड़े से सुख के लिए कलीसिया तोड़ने न बने. ഇന്ന് പകൽ നമുക്കൊരു തീരുമാനം എടുക്കണം. आज के सुबह हम एक निर्णय लेकर के जाएं. കർത്താവേ, ഞാൻ ചെലവാക്കാൻ തയ്യാറാണ്. हे प्रभु, मैं बलि चढ़ाने के लिए तैयार हूँ. കർത്താവേ, ഞാൻ ചെലവാകാൻ തയ്യാറാണ്. हे प्रभु, मैं बलि देने के लिए भी तैयार हूँ. എനിക്ക് ഏറ്റവും വിലയേറിയ ചെലവാക്കാൻ തയ്യാറാണ്. अपनी बहुमूल्य वस्तु को दान में देने के लिए तैयार हूँ. എനിക്ക് ഏറ്റവും വിലയേറിയത് ചെലവാക്കാൻ ഞാൻ തയ്യാറാണ്. सबसे बहुमूल्य को बलि चढ़ाने के लिए भी നമ്മെ तैयार हूँ. തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. अपने आप को प्रभु के हाथों में सौंप दें. ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. प्रभु के हाथों में सौंप दें. ഇന്ന് സ്വർഗ്ഗം നമ്മോട് ഇടപെട്ടെന്ന് ഞാൻ मैं വിശ്വസിക്കുകയാണ്. ये विश्वास करता हूँ कि स्वर्ग ने हमसे वार्तालाप किया है. അടിസ്ഥാനം എവിടെയെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തിരുത്തുന്ന പകലായി തീരട്ടെ. नींव में अगर कहीं भी गड़बड़ी है तो उसका निर्माण करें. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. अपने आप को परखें. നാം മറ്റേതെങ്കിലും അടിസ്ഥാനം ഇടാൻ ശ്രമിച്ചിട്ടുണ്ടോ? क्या हमने कोई दूसरी नींव हमने डाली है? വിലയേറിയതല്ലാതെ എന്തെങ്കിലും കൊണ്ട് പണിയാൻ ശ്രമിക്കുന്നുണ്ടോ? क्या बहुमूल्य वस्तुओं के द्वारा ही हमने निर्णय बनाया है? എന്റെ ജീവിതം കൊണ്ട്, എന്റെ മനോഭാവം കൊണ്ട് പണിക്കെതിരായി ഞാൻ നിൽക്കുന്നുണ്ടോ? क्या अपने जीवन से या मनोभावों से मैं निर्माण के विरोध में हूं? നമ്മെ തന്നെ ശോധന ചെയ്യാം. अपने आप को जांचें. ഒരു ചെറുവിരലിനെ കൊണ്ടുപോലും ദൈവത്തിന് ഈ പണി പൂർത്തിയാക്കാൻ കഴിയും. एक अंगुली से भी परमेश्वर इस कार्य को पूरा कर सकता है. നമുക്കിന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ, എന്നെ ആ ചെറുവിരലെങ്കിലും ആക്കണേ. हे प्रभु, मुझको वो अंगुली तू बना दे. എന്നെ കൊണ്ട് ഈ വേല പൂർത്തീകരിക്കാൻ എന്നെയും ഉപയോഗിക്കണമേ. हे प्रभु जी, इस काम को पूरा करने में आप मेरा उपयोग करें. അതിനായിട്ട് നമുക്കൊരു സമർപ്പണം എടുക്കാം. उसके लिए हम समर्पित हो जाएं. നമ്മൾ ചെലവാക്കുന്നവരാണ്. हम खर्च करने वाले, बलि देने वाले हैं. നമ്മൾ ചെലവാകുന്നവരാണ്. हम बलि चढ़ाने वाले भी हैं. ഇന്നൊരു പുനർസമർപ്പണത്തിന്റെ പകലാകട്ടെ. एक बार
बार और अपने जीवन को समर्पित कर दें। കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. प्रार्थना करें, हे प्रभु तू मेरी मदद कर, എന്നെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. मुझे शक्ति